ഹായ് ജെയ് ആസ്പിരൻസ്. 2027 ജെയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ. എന്തായാലും ജെയ് മെയിനിന് വേണ്ടി അല്ലെങ്കിൽ ജെയ് അഡ്വാൻസിന് വേണ്ടി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് കുറേ ബുക്കുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് അതിൻ്റെ പുറകിലിരിക്കുന്നതല്ലേ. ഈ ബുക്കുകളൊക്കെ സൈലത്തിൻ്റെ റിപ്പീറ്റർ ജെയ്, ധീരാജ് ജെയ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ജെയ്യുടെ 2027 മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഫിസിക്സിൻ്റെ മെറ്റീരിയലാണ്, ഇത് മാത്തമാറ്റിക്സിൻ്റെ മെറ്റീരിയലാണ്, ഇത് നമ്മുടെ സ്വന്തം കെമിസ്ട്രിയുടെ മെറ്റീരിയലാണ്. ഓക്കെ, ഇനി ഓരോ മെറ്റീരിയലിലും എത്ര വീതം ബുക്കുകൾ ഉണ്ടാവുക നോക്കാം. 1, 2, 3, 4 ബുക്കാണല്ലേ. അതിൽ ആദ്യത്തെ 3 ബുക്കുകളെ നമ്മുടെ ടോപ്പിക്കുകളെ, നമ്മുടെ ചാപ്റ്ററുകളെ 3ആയി ഡിവൈഡ് ചെയ്താണ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. അപ്പോൾ പാർട്ട് എയിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, പാർട്ട് ബിയിൽ ബാക്കി കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, പാർട്ട് സിയിൽ അവസാനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ മൊത്തം ചാപ്റ്ററുകളെ നമ്മൾ 3 ബുക്കുകളിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും താഴെ കാണുന്ന 4ാമത്തെ ബുക്ക് ഈ ബുക്കുകളിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ അടങ്ങിയ ബുക്കാണ്. ഓക്കെ, ഇനി ഓരോ ബുക്കിലും എന്താ ഉണ്ടാവുക? ഓരോ ബുക്കിലും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള തിയറിയാണ് നിങ്ങൾ ആദ്യം കാണാം. ചാപ്റ്റർ വൈസ് തിയറി എന്ന് പറയുമ്പോൾ NCERT പോലെ തന്നെ അതേ പാറ്റേണിൽ തന്നെയാണ് തിയറി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നിങ്ങൾക്ക് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സോൾവ്ഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാവും. നമ്മൾ NCERTയിൽ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കാണാറില്ലേ, അതുപോലെ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 6 6 ലെവലുകളിലായിട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജെയ് പോലത്തെ വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സെൽഫ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറില്ലേ. അതിന് നിങ്ങൾ മറ്റൊരു മെറ്റീരിയൽ റെഫർ ചെയ്യേണ്ടതില്ല, സൈലത്തിൻ്റെ ഈ ഒരൊറ്റ മെറ്റീരിയൽ മാത്രം മതി നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഓരോ ലെവലിലെയും ക്വസ്റ്റ്യൻസ് തമ്മിൽ എന്താണ് വ്യത്യാസം? ലെവൽ 1 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലേ, കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ എന്ന് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലെവൽ 1 ഉണ്ടാവുക. എന്ന് വെച്ചാൽ കുറച്ച് ബേസിക് ആയ കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ലെവൽ 2 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എസ്പെഷ്യലി ജെയ് മെയിനിൻ്റെ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലെവൽ 2 നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാസ്റ്റ് ഇയേഴ്സ് ജെയ് മെയിനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നല്ലോണം അനലൈസ് ചെയ്തിട്ടാണ്. ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിവിടെ കാണാം. ലെവൽ 3 എന്ന് പറയുന്നത് ജെയ് മെയിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലെവൽ 4 എന്ന് പറയുന്നത് ജെയ് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ. ആൻഡ് ലെവൽ 5 ജെയ് മെയിനിൻ്റെ പാസ്റ്റ് ഇയർ PYQs ആണ്. ലെവൽ 6 ഇതിനെല്ലാം പുറമെ എന്നിട്ടും നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ലെവൽ 6 നിങ്ങൾക്ക് ഇഷ്ടം പോലെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? സോ ഇത്രയാണ് ഓരോ ചാപ്റ്ററിലുള്ളത്. എനിക്ക് തോന്നുന്നു ജെയ് മെയിനും ജെയ് അഡ്വാൻസിനും പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതലൊന്നും മറ്റെവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. സോ ഇത് അതിൻ്റെ മാക്സിമം ആണ്. ഇതോടുകൂടി നിങ്ങൾ സാച്ചുറേറ്റഡ് ആകും. അപ്പോൾ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, ഇപ്പോൾ ജെയ് അഡ്വാൻസിന് ജെയ് മെയിനിനില്ലാത്ത ചില ഡിലീറ്റഡ് ടോപ്പിക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് എവിടുന്നാണ് റെഫർ ചെയ്യുക എന്ന്. അതിനും സൈലത്തിൻ്റെ ഈ മെറ്റീരിയലിൽ ഡിലീറ്റ് ചെയ്തു പോയ എന്നാൽ ജെയ് അഡ്വാൻസ് സിലബസിലുള്ള ടോപ്പിക്കുകളെല്ലാം സൈലത്തിൻ്റെ മെറ്റീരിയലിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. തിയറീസും ഉണ്ട്, ക്വസ്റ്റ്യനും ഉണ്ട്. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിന് പുറമെ നിങ്ങൾ ഈ വലിയ 2 ബുക്ക് കണ്ടോ അല്ലേ? സാധാരണ ഞാൻ ഈ കാണിച്ച ബുക്കുകളേക്കാളും വലിയ 2 ബുക്ക് കണ്ടോ നിങ്ങൾ? ഇത് രണ്ടും സൈലത്തിൻ്റെ മൈൻഡ് മാപ്പുകളാണ്. സൈലത്തിന് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് മെറ്റീരിയലാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. എന്തിനാണ് മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, മൈൻഡ് മാപ്പിൽ നിങ്ങൾ കാണുന്നത് ഒരു ഹോൾ ചാപ്റ്ററിനെ ഒറ്റ പേജിലേക്ക് സൈലം ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. സ്റ്റേറ്റ്മെൻറ്റുകൾ, പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ അതിലെ ഇക്വേഷൻസ് ഉണ്ടാകും, ഗ്രാഫുകൾ ഉണ്ടാകും. ഒന്നും മിസ്സായിട്ടില്ല. അത് ഏറ്റവും യൂസ്ഫുൾ ആവുക നിങ്ങൾക്ക് എപ്പോഴും റിവിഷൻ്റെ ടൈമിലാണ്. ഇപ്പോൾ ഒരു പരീക്ഷയുടെ തലേന്ന് നിങ്ങൾക്കൊരു 10ഓ 20ഓ ചാപ്റ്ററുകൾ മൊത്തത്തിൽ റിവൈസ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. മൊത്തം ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് സൈലത്തിൻ്റെ ജെയ് മക്കൾക്ക് വേണ്ടി സൈലം കൊടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ മെറ്റീരിയലുകളെല്ലാം എവിടുന്ന് അവൈലബിൾ ആവുക എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? സൈലത്തിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ ഈ മെറ്റീരിയലുകളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നിങ്ങളുടെ കൃത്യമായ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, 2027 ജെയ് മെയിൻ നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം, അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്.